ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ബീഫ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുക്കർ വെച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ കൂട്ടിയതിന് ശേഷം കുറച്ച് പട്ടയും ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ടതിന് ശേഷം പെരിഞ്ചീരകം ഇട്ടതിന് നമ്മൾ ഉള്ളി എടുത്തിടാം. ഉള്ളി 3 വലിയ ഉള്ളി ഇട്ടിട്ടുണ്ടാവും ഞാൻ, വലുതാണ്. കുറച്ച് ഉപ്പിട്ടിട്ട് പിന്നെ എല്ലാം ഉപ്പിട്ട പെട്ടെന്ന് വാടിക്കിട്ടുമല്ലോ, ഒന്ന് ഇളക്കി കൊടുക്കാം. കുറവില്ലാതിട്ട് വാട്ടണ്ട, അതിനെ കുക്കർ വിസിലാക്കുമ്പോൾ അത് ആയിക്കോളും. പിന്നെ കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഒന്ന് പെട്ടെന്ന് വാടും. അതിന് ശേഷം തക്കാളി മുളകും ഇടാം. മുളക് ഇട്ടതിന് ശേഷം ഒന്നുകൂടിയും ഇളക്കി കൊടുക്കാം. അന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇനി പൊടികൾ ഇടാം കേട്ടോ. ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ട്, ഞാൻ പൊടികളൊക്കെ വല്ലാതെ ഓവറായിട്ട് വലിച്ചു വരിടുന്നില്ല. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ടത്, മുളക് പൊടി കുറച്ചേ ഇടുള്ളൂ. കുരുമുളക് പൊടി കുറച്ച് കൂടുതലിടും. വല്ലാതെ ഇടയിൽ നല്ല എരിവുള്ളൊന്നും അധികം ഇടണ്ട, കുട്ടികളൊക്കെ കഴിക്കുന്നതാണെങ്കിൽ. പിന്നെ പെരിഞ്ജീരകപ്പൊടി, പിന്നെ മീറ്റ് മസാല, ഗരം മസാല പൊടികളൊക്കെ ഇട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആദ്യമായിട്ടുണ്ടായിരുന്നില്ല, അതിട്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കേണ്ടാവും ഈ പെണ്ണെന്താ മല്ലിപ്പൊടി ഇടാത്തതെന്ന്. മല്ലിപ്പൊടി ഇടാൻ ഞാൻ മറന്നു പോയതാണ്, വേറെ ഒന്നുമല്ല. എനിക്ക് ഭയങ്കര പനിയും ബോഡി പെയിനൊക്കെ ആയിട്ടാണ് ഞാൻ അത് ഉണ്ടാക്കാൻ നിന്നത്. രാവിലെ ബീഫ് എടുത്തിട്ട് പുറത്ത് വെച്ച് എല്ലാം കഴുകി സെറ്റാക്കി വെക്കുന്ന ഒരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഉണ്ടാക്കാൻ നേരത്തിന് മെല്ലെ ബോഡി പെയിനും ചുമക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആദ്യമേ ബോഡി പെയിനും പനിയുടെ ലക്ഷണമൊക്കെ വന്നു തുടങ്ങി. ചുമയും ജലദോഷമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സുഖമില്ലാതെയാണ് ഉണ്ടാക്കാൻ നിന്നത്. എന്തായാലും പുറത്തെടുത്ത് വെച്ചില്ല, ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെ സെറ്റാക്കിയിട്ടാണ് ഉണ്ടാക്കാൻ നിന്നത്. അപ്പോൾ അതുകൊണ്ടിട്ട് ആ ഒരു സുഖമില്ലായ്മ കൊണ്ടാണ് മറന്നു പോയത്. എനിക്ക് അടക്കാൻ നേരത്തെ ബീഫൊക്കെ ഇട്ട് വേപ്പില പിന്നെ ഞട്ട് വെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷമാണ് ഓർമ്മ വന്നത് അടയ്ക്കാൻ നേരത്തെ മല്ലിപ്പൊടി ഇട്ടില്ല എന്ന്. അപ്പോൾ അതൊക്കെ എല്ലാം ഇട്ട്, പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം പൊടി വില മിക്സാക്കി കൊടുത്താൽ മതി. ബീഫൊക്കെ ഇട്ട് ഞാൻ നല്ല ഇളക്കി കൊടുത്തു. പിന്നെ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, ഉള്ളി വട്ടുമ്പോൾ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. ആ ബീഫിൽ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ടിട്ട് നല്ല മിക്സാക്കി കൊടുക്കണം. മിക്സാക്കിയിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ട് പിന്നെ വിസിലാക്കാം. മല്ലിപ്പൊടി അപ്പോഴിട്ട് നല്ല ഇളക്കി കൊടുത്താൽ മതി, അപ്പോൾ പച്ചമണൊക്കെ പൊയ്ക്കോളും. പിന്നെ എന്തായാലും വിസിലാക്കാനുള്ളതല്ലേ. കുറച്ച് വെള്ളം ഒഴിച്ചു. മല്ലിപ്പൊടി ഞാൻ തട്ടപ്പഴം ഇട്ട് കൊടുക്കുന്നുണ്ട്, 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴെനിക്ക് ഓർമ്മ വന്നത് തലക്ക് ഭയങ്കര കടച്ചിൽ, അങ്ങനെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ പിന്നെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് തന്നെ വെക്കണ്ടല്ലോ, അതാണ് ഞാൻ പിന്നെ ഉണ്ടാക്കാൻ തന്നത്. എന്നിട്ട് എല്ലാം ഇളക്കി കൊടുത്തിട്ട് പിന്നെ വിസിലാക്കാം. എപ്പോഴും ഈ സെയിം ബീഫ് തന്നെ ഞാൻ വാങ്ങൽ 4 വിസിലിന് എനിക്ക് ആവലുണ്ട്. ഇത് 4 വിസിലായപ്പോൾ ആയില്ല, പക്ഷേ 1 വിസിലൂടെ ഞാൻ വെച്ച് എക്സ്ട്രാ 5 വിസിലായി. ചില സമയത്ത് ഭയങ്കര അനുസരണക്കേട് കാട്ടും എൻ്റെ കുക്കർ, ചില സമയത്ത് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ കറക്റ്റ് 4 വിസിലിന് ആവലുണ്ട്. 5 വിസിലാക്കിയപ്പോൾ കറക്റ്റ് വേവായിട്ടിട്ടുണ്ടോ, കറക്റ്റ് ഓവറായിട്ട് വെന്തിട്ടില്ല, കറക്റ്റ് വേവാണ്. ഒരു കുഴപ്പമില്ല, നല്ല കട്ടിയോട് കുറുകിയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. വേപ്പില പിന്നെ ഇടാം, വേപ്പില എത്രയോ ഇടും അത്ര എനിക്കിഷ്ടം കേട്ടോ, നല്ല ടേസ്റ്റും കൂടും വേപ്പിൻ്റെ ഇട്ടാൽ. അപ്പോൾ കറിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. മല്ലിപ്പൊടി ഇടാൻ ലേറ്റായി പോയി എന്നുള്ള വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ മുളക് പൊടി കുറച്ച് ഇടുള്ളൂ ബീഫ് കറി വെക്കുമ്പോൾ, മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് കൂടുതലിടുന്നു മാത്രം. മല്ലിപ്പൊടി കറക്റ്റ് 2 സ്പൂൺ. പിന്നെ പൊടികളൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിലാണ് ഇട്ടാൽ മതിയല്ലോ. പക്ഷെ കറി ഞാൻ ഓവറായിട്ട് വെള്ളം പോലെ ആക്കുന്നില്ല, അങ്ങനെ ഒരു കുറുകിയ ടൈപ്പിലാണ് ആക്കുന്നത്. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു കുഴപ്പമില്ല. അപ്പോൾ കറി സെറ്റായി. ഇനി തീ ഓഫ് ചെയ്ത് അടച്ചു വയ്ക്കുക, തുറന്ന് വയ്ക്കാനുള്ള സ്മെല്ലൊക്കെ പോവും, അടച്ചു വയ്ക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ, നല്ല എളുപ്പമാണ് ഉണ്ടാക്കാൻ. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, താങ്ക് യു.